ഗുഡ് മോർണിംഗ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ എണീറ്റ് ഞാനിത് അങ്ങോട്ടേക്ക് നടക്കുന്നതെന്നല്ലേ? എൻ്റെ ഈ നടത്തത്തിൻ്റെ 2 ഉദ്ദേശങ്ങളാട്ടോ ഉള്ളത്. ഒന്നാമത് മഴയൊക്കെ തോന്നി നിൽക്കുവാനായിട്ട് കുറച്ച് പ്രകൃതി രമണീയത വൈപിടിക്കാം, അങ്ങനല്ലേ. രണ്ടാമത് പാലെടുക്കണം. ഇന്നലെ വൈകുന്നേരം ഞാൻ പാലെടുത്തിട്ടില്ല, അപ്പം നമ്മൾ ഫാമിൽ പോയി പാലെടുത്തിട്ട് വരണം. വീഡിയോയിലാണ് ഓടിട്ട് കാണുന്ന കേട്ടോ നമ്മുടെ വീട്. ഞാൻ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി അക്കരെ മലയിലെ ഫാമിലോട്ട് നടക്കുവാണേ. ഇതാണ് നമ്മുടെ പശു ഫാമ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദീദിയും പയ്യാണ്. അപ്പോൾ അവർ നേപ്പാളുകാരാണ് കേട്ടോ. രാവിലെ നല്ല ജോലി തിരക്കായതുകൊണ്ട് ദീദിനും പയ്യനെയും വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. വേറെ ഏതെങ്കിലും വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ നിൽക്കുന്ന പശുക്കൾക്കൊക്കെ പേരുണ്ട് കേട്ടോ. ഇവിടെ പുതിയ പശുവിനെ കൊണ്ടുവന്നാലും പുതിയ കുട്ടികളുണ്ടായാലും ഒക്കെ നമ്മൾ പേര് വെക്കുവേ. ദീദിയും പയ്യൻ പേര് വെക്കുന്നതിന് മുന്നേ നമ്മൾ പേര് വെക്കും. ദീദിയും പയ്യൻ പേര് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി പേരിടും. പിന്നെ ഞങ്ങൾക്ക് അത് വിളിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ മഴയത്ത് രാവിലെ 6:30 ആകുമ്പോഴത്തേനും എണീക്കാത്തതുകൊണ്ട് ഞാൻ എന്നും വൈകുന്നേരം പാലെടുത്ത് വെക്കും. പക്ഷെ ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് പുറമേ നിന്ന് പാല് വാങ്ങിപ്പില്ല കേട്ടോ. അങ്ങനെ പാലൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഇടനേലയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വറക്കാനായിട്ടിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിപ്പൊടി ഇട്ടു. അതിനകത്തോട്ട് ഒരു 2 നുള്ളു ഏലക്കാപ്പൊടി, അതിലോട്ട് 2 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കിയത് അരിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ മാവ് ഇടനേല വെച്ച് കുമ്പിൾ ഊത്തിയെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തലേദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്ത് വേണം കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് തണുത്ത് നല്ല മണമൊക്കെ ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഒരു ചൂടുണ്ടാവും നമ്മൾ ഇപ്പം തന്നെ എടുത്ത് കഴിക്കുമ്പോൾ. എനിക്ക് ഈ ഇടനേലയുടെ മണം ഭയങ്കര ഇഷ്ടമാട്ടോ. പണ്ട് ചെറുതായിരിക്കുമ്പോൾ ഇടനപ്പൂവൊക്കെ കിട്ടുമ്പോൾ നമ്മളത് കൊണ്ടുവന്നിട്ട് തുണീൻ്റെ ഇടയ്ക്കും ബുക്സിൻ്റെ ഇടയ്ക്കും ഒക്കെ വെക്കുമായിരുന്നേ. അപ്പോൾ ആ പിന്നീട് ആ ഡ്രസ്സൊക്കെ എടുത്തിടുമ്പോൾ നല്ല ഇടനയുടെ മണമായിരിക്കും. നല്ല മണമുള്ള ഇടനേല ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീരാ കൃഷ്ണൻ.